നമുക്ക് ഏറ്റവും ആശങ്കയുണർത്തുന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. കേരളത്തിൽ എയ്ഡ്സ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നതാണ് കാര്യം. എറണാകുളം പോലെയുള്ള നഗരങ്ങളിൽ ഇപ്പോൾ അതിൻ്റെ എണ്ണം 10 മടങ്ങ് കൂടുന്നു എന്ന ആശങ്കയുണർത്തുന്ന വാർത്ത വരുന്നുണ്ട്. HIV പോസിറ്റീവ് കേസുകളുടെ വർധന വല്ലാതെ കൂടിയിരിക്കുന്നു. നമ്മുടെ ഒരുപാട് വാർത്താ വിവാദങ്ങൾക്ക് നടുവിൽ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വാർത്തയാണിത്. HIV പോസിറ്റീവാകുന്ന രോഗികളുടെ എണ്ണം വളരെ കൂടുന്നു എന്നുള്ളതാണ്. കേസുകളുടെ വർധന കാര്യമായിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ തന്നെ രോഗികളുടെ എണ്ണം മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് വളരെ കൂടുന്നു. പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കിടയിൽ ഈ HIV പോസിറ്റീവായിട്ടുള്ള രോഗിയുടെ എണ്ണം വളരെ കൂടുന്നുവെന്നാണ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ലേറ്റസ്റ്റ് കണക്ക് വ്യക്തമാക്കുന്നത്. നമ്മൾ അതായത് ഇതിൻ്റെ പ്രതിരോധ മാർഗങ്ങളൊന്നും ഉപയോഗിക്കാതെ സ്വതന്ത്രമായ ലൈംഗിക കാര്യങ്ങളിൽ നമ്മുടെ ആളുകൾ ഇടപെടുന്നു എന്നതിന് ഏറ്റവും അവസാനത്തെ ദുരന്തമായിട്ട് ഇതിനെ കാണാം. പല ജില്ലകൾ ഈ കൊച്ചിയിൽ മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയിലും ഒക്കെ തന്നെ HIV പോസിറ്റീവായ രോഗികളുടെ എണ്ണം കൂടുന്നുവെന്ന് കണക്കുകൾ നമ്മോട് വിളിച്ചു പറയുന്നു. വളരെ അപകടം പിടിച്ച ഒരു വഴിയാണ്. മാത്രമല്ല ഏറ്റവും നമുക്ക് ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്ത, ഈ HIV പോസിറ്റീവായത് എയ്ഡ്സ് ബാധ ഏറ്റു എന്ന് വിശ്വസിക്കുന്ന ചില ആളുകൾ മനഃപൂർവ്വം മറ്റുള്ള ആളുകളിൽ കൂടി HIV പോസിറ്റീവായി എയ്ഡ്സ് രോഗം പടർത്താൻ വേണ്ടി കാരിയറായി മാറുന്നു എന്നുള്ള അപകടം പിടിച്ച കാഴ്ചയും ഈ കേരളത്തിലെ ചില നഗരങ്ങളിൽ ഉണ്ടാകുന്നു. നമ്മൾ ഒരു കാലത്ത് HIV എയ്ഡ്സ് എന്നൊക്കെ കേട്ടാൽ നമ്മൾ ബോധം കെട്ട് തറയി വീഴുമായിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് കുറേശ്ശെ പേടി മാറിയപ്പോൾ നമ്മൾ സ്വതന്ത്രമായ ലൈംഗിക വ്യാപാരത്തിലേക്ക് കടക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായി നമുക്കിതിനെ കാണാം. എന്തായാലും വളരെ അപകടം പിടിച്ച ഷോക്കിംഗ് ആയിട്ട് ഉത്കണ്ഠപ്പെടുത്തുന്ന ഒരു വാർത്തയാണ്. HIV പോസിറ്റീവ് കേസുകൾ കേരളത്തിൽ വർദ്ധിക്കുന്നു, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ. കഴിഞ്ഞ 5 വർഷത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മറ്റ് ജില്ലകളെക്കാൾ ഇരട്ടിയാണ് എറണാകുളത്ത് പുതുതായി എയ്ഡ്സ് നിർണ്ണയിക്കപ്പെടുന്നവരുടെ കണക്ക്. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം, മയക്കുമരുന്ന് കുത്തിവെക്കാൻ ഉപയോഗിക്കുന്ന സൂചി എല്ലാം കാരണമാണ്. പക്ഷേ 15 വയസ്സിനും 24 വയസ്സിനും ഇടയിലുള്ളവർക്ക് രോഗബാധ ഏറുന്നു എന്നാണ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ കണക്ക്. 2025 ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയുള്ള കണക്കിൽ 82 പേർക്കാണ് മറ്റ് ജില്ലകളിൽ രോഗബാധയെങ്കിൽ എറണാകുളത്ത് അത് 160 ആണ്. അതിലേറെയും 42 വയസ്സിന് താഴെയുള്ളവർ. മുൻ വർഷങ്ങളിലും സ്ഥിതി വ്യത്യസ്തമല്ല. യുവതലമുറയെ കാർന്നു തിന്നുന്ന ലഹരിയും ആ ഉത്തേജകത്തിലുണ്ടാകുന്ന സുരക്ഷിതത്വമല്ലാത്ത ലൈംഗിക ബന്ധവും യുവതലമുറയെ തള്ളിവിടുന്നത് വലിയ ഒരു മാറാരോഗത്തിലേക്കാണ്. പ്രതിമാസം 18ലേറെ പേരാണ് എയ്ഡ്സ് എന്ന മാറാരോഗത്തിന് അടിമകളാക്കപ്പെടുന്നത്. എറണാകുളത്ത് മാത്രം 15.4% യുവാക്കളിൽ ഓരോ വർഷവും രോഗം വ്യാപിക്കുന്നു എന്നാണ് ആശങ്കപ്പെടുത്തുന്ന കണക്കിലുള്ളത്. ഡേറ്റിംഗ് ആപ്പുകളിലൂടെ പരിചയപ്പെട്ടവരുമായി ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ ഉണ്ടാകുന്ന ലൈംഗിക ബന്ധവും ലഹരിയുടെ പുറത്ത് സുരക്ഷിതമല്ലാതെ ഉണ്ടാകുന്ന ലൈംഗികതയും പ്രധാന കാരണമാണ്. അന്യസംസ്ഥാന തൊഴിലാളികളുടെ കുടിയേറ്റമടക്കമുള്ളവയും രോഗവർദ്ധനവിന് കാരണമാകുന്നുണ്ട് എന്നാണ് നിഗമനം. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.